നമസ്കാരം. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ ഭീഷണി. സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നെതന്യാഹുവിന്റെ വെറുമൊരു വാക്കല്ല. ഇത് അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനും അതേസമയം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തള്ളിക്കളയാനുമുള്ള തന്ത്രപരമായ നീക്കമാണ്. നിലവിൽ ഇസ്രയേലിൽ ഭരണത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾ ജൂത കുടിയേറ്റങ്ങൾ വികസിപ്പിക്കാനും വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി ഇസ്രയേലിന്റെ ഭാഗമാക്കാനും ആഗ്രഹിക്കുന്നവരാണ്. നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. അതേസമയം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം നിലപാടെടുക്കുമ്പോൾ നെതന്യാഹുവിന്റെ ഈ കടുംപിടുത്തം ഇസ്രായേലിനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. പാലസ്തീൻ അതോറിറ്റിയുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യതകളും ഇത് ഇല്ലാതാക്കുന്നു. ഇസ്രായേലിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് മാത്രമാണ് കഴിയുകയെന്ന് ലിബറൽ വിഭാഗങ്ങൾ വാദിക്കുമ്പോൾ അത്തരമൊരു നീക്കം രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നു. ഈ ആഭ്യന്തര ഭിന്നതയും വിദേശ നയത്തെ സ്വാധീനിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ പ്രസ്താവന പാലസ്തീൻ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവാണ് ഏൽപ്പിച്ചത്. പതിറ്റാണ്ടുകളായി തങ്ങൾ സ്വപ്നം കാണുന്ന സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യത്തെയാണ് അദ്ദേഹം പരസ്യമായി തള്ളിക്കളഞ്ഞത്. ഈ പ്രസ്താവന പാലസ്തീനികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു. ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയം തകരുമ്പോൾ സമാധാനപരമായ പ്രതിഷേധങ്ങളോടുള്ള വിശ്വാസം പാലസ്തീൻ സമൂഹത്തിൽ കുറഞ്ഞു വരികയാണ്. തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ മറ്റു വഴികൾ തേടേണ്ടി വരുമോ എന്ന ചിന്ത പാലസ്തീൻ ജനതയ്ക്കിടയിൽ ശക്തമാകുന്നു. ഇത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൂടുതൽ അസ്വസ്ഥതകൾക്കും ആക്രമണങ്ങൾക്കും കാരണമാകുമോ എന്ന് പലരും ഭയപ്പെടുന്നു. UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തീരുമാനിച്ചത് നയതന്ത്ര ലോകത്ത് ഒരു വലിയ മാറ്റമാണ്. ഇത് ഇസ്രയേലിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമാണ്. ഇസ്രയേലിന്റെ ഗാസയിലെ സൈനിക നടപടികൾ ലോകമെമ്പാടും വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായ അമേരിക്ക പോലും ഈ വിഷയത്തിൽ പൂർണ്ണമായി ഇസ്രയേലിനൊപ്പം നിൽക്കുന്നില്ല. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നെതന്യാഹുവിന്റെ വിമർശനം ഈ രാജ്യങ്ങളെ കാര്യമായി ബാധിക്കില്ല. കാരണം ദ്വിരാഷ്ട്ര പരിഹാരം തന്നെയാണ് സമാധാനത്തിന് ഏകമാർഗം എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷയും പാലസ്തീനികളുടെ അവകാശവും തുല്യമായി പരിഗണിച്ചുകൊണ്ട് മാത്രമേ മേഖലയിൽ സമാധാനം നിലനിർത്താൻ കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു. ഈ രാജ്യങ്ങൾ നടത്തുന്ന നയതന്ത്രപരമായ നീക്കങ്ങൾ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്താൻ സാധ്യതയുണ്ട്.